ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. പൊതുവേ നമ്മളെല്ലാവരും പറയുന്നത് തെറ്റുകളിൽ നിന്നാണ് എല്ലാവരും കറക്റ്റായിട്ട് എന്താണ് പറ്റിയത് എന്ന കാര്യം മനസ്സിലാക്കുന്നതെന്നാണ്. ഇവിടെ ഇപ്പോൾ സിട്രോയിനും ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ്. കാരണം നമുക്കറിയാം ഇവർ ഇന്ത്യയിൽ 2021 വന്നാണ് ആദ്യം ഇവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് വാഹനമായ C5 എയർക്രോസ് കൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. അത് കുറച്ചൊക്കെ അവർ അത്യാവശ്യമൊക്കെ വിറ്റു. അതായത് ഒരു മാസം 50-60 വണ്ടികൾ വെച്ചാണ് ആദ്യകാലത്ത് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെയും കുറവാണ്, 10-15 ഉള്ളൂ. എന്തായാലും അത് കഴിഞ്ഞിട്ട് 2022 അവരിവരുടെ ആദ്യത്തെ മാസ് മാർക്കറ്റ് വാഹനമായ C3 കൊണ്ടുവന്നു. അതൊരു ഹാച്ച് ബാക്ക് ആയിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്ത്. എന്നാൽ പോലും ഒരു മൈക്രോ SUV അല്ലെങ്കിൽ SUV എന്ന് ഇന്നത്തെ കാലത്ത് ആൾക്കാർ വിളിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി സ്റ്റൈലൊക്കെ ആയിരുന്നു ആ വാഹനത്തിൽ അവർ കൊടുത്തിരുന്നത്. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടൻ തന്നെ ഈ C3 വന്നു 6 മാസത്തിനുള്ളിൽ. ആൻഡ് അത് കഴിഞ്ഞ് 2023 നമുക്ക് സിട്രോയിൻ്റെ C3 എയർക്രോസ് എന്ന് പറയുന്ന C3 ബേസ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എബവ് 4 മീറ്റർ കോമ്പാക്ട് SUV കിട്ടി. അതായത് ക്രെറ്റയുടെ ഒക്കെ റൈവലായിട്ട് വരാൻ പോകുന്ന ഒരു വാഹനം എന്ന് പറയും. ഓക്കെ, വരാൻ പോകുന്നതല്ല, ഓൾറെഡി ഉള്ള വാഹനമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തിനാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ തെറ്റുകളെ പറ്റിയും തിരുത്തലുകളെ പറ്റിയൊക്കെ പറഞ്ഞതെന്ന്? അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല. സിട്രോയിൻ ഇന്ത്യയിൽ ഇറക്കുന്ന വണ്ടികൾക്ക് ഒരേ ഒരു മേജർ പ്രശ്നമുള്ളൂ, ഫീച്ചേഴ്സ് അവർ കൊടുക്കില്ല. എന്തൊക്കെ ചെയ്താലും ഇപ്പോൾ വണ്ടിയുടെ പ്രൈസിങ് വലിയ കുഴപ്പമില്ല, മറ്റുള്ള വണ്ടികളുമായിട്ട് ഓൺ പാറാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഫീച്ചേഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും വളരെ താഴെയായിരിക്കും സിട്രോയിൻ്റെ വാഹനങ്ങൾ. അതിപ്പോൾ C3യുടെ കേസ് എടുത്താലും അല്ലെങ്കിൽ C3 എയർക്രോസ് അത് അത്യാവശ്യം വലിയ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. എന്നാൽ പോലും അതിൻ്റെ അകത്ത് ചില ഇന്നത്തെ കാലത്ത് ഈവൻ നമുക്ക് 8 lakhs താഴെ വരുന്ന എൻട്രി ലെവൽ ഹാച്ച് ബാക്കുകളിൽ വരെ കിട്ടുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഓട്ടോ AC ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഏറ്റവും ബേസിക് ഫീച്ചേഴ്സ് വരെ കിട്ടാത്ത അവസ്ഥയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. എന്തായാലും സിട്രോയിൻ അതൊക്കെ കംപ്ലീറ്റ്ലി പരിഹരിക്കാൻ പോവുകയാണ്. ഈ വർഷം അവസാനം ആവുന്നതിന് മുമ്പ്, അതായത് ഈ വർഷം പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇവർ ഒരു അപ്ഡേറ്റഡ് മോഡലുമായിട്ട് വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ജൂലൈ ആകുമ്പോഴേക്കും വരുന്നതാണ് ഇപ്പോൾ വരുന്ന റൂമേഴ്സ്. അതിപ്പോൾ കറക്റ്റ് ഡേറ്റ് ഞാൻ എന്തായാലും പറയുന്നില്ല, കാരണം ജസ്റ്റ് റൂമേഴ്സ് ആണല്ലോ. എന്തായാലും ഈ വർഷം അവസാനത്തോടു കൂടിയെങ്കിലും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ആഡഡ് ബോണസ് തന്നെയാണ്. പ്രത്യേകിച്ച് കോസ്റ്റ് കട്ടിങ് നമ്മൾ ഈ വാഹനത്തിൽ കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. അതിപ്പം ഇതിൻ്റെ അകത്ത് ചില മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില സാധനങ്ങൾ, ഇപ്പോൾ ഈവൻ ഇതിൻ്റെ പവർ ബട്ടൺ, അതായത് പവർ വിൻഡോയുടെ കൺട്രോൾസ് ആണെങ്കിൽ പോലും നമുക്ക് ആകെ ഡ്രൈവർ സൈഡിൽ 2 എണ്ണം മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കിലത്തെ പവർ വിൻഡോയുടെ കൺട്രോൾ സെൻട്രലായിട്ടാണ് വരുന്നത്, നമ്മൾ പണ്ട് സാൻഡ്രോയിലൊക്കെ കണ്ട പോലെ. അത് C3യിൽ മാത്രമായിരുന്ന കുഴപ്പമില്ലായിരുന്നു, പക്ഷേ C3 എയർക്രോസിലേക്ക് വന്നപ്പോഴും അവർ സെയിം സംഭവം തന്നെയാണ് കാണിച്ചത്. ഇത്തരത്തിലുള്ള കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ഒരു പുതിയ മോഡലിൽ ഇമ്പ്രൂവ് ചെയ്യായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഈ 2 വണ്ടികളിലും അവരിപ്പോൾ ഇറക്കുന്ന C5 എയർക്രോസ് ഒഴികെയുള്ള ബാക്കി എല്ലാ വണ്ടികളിലും ഒരു മേജർ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഡോർ ഹാൻഡിൽസ്. വളരെ ചീപ്പ് ടൈപ്പ് ലുക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ഇതും C3യിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ അത് C3 എയർക്രോസിലേക്ക് വന്നപ്പോഴും ഇതേ സെയിം ഡോർ ഹാൻഡിൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് ഫീച്ചേഴ്സ് അതൊക്കെ ഇതിൻ്റെ അകത്ത് മിസ്സിംഗ് ആയിരുന്നു. C3 ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ അകത്ത് ഈവൻ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ മാനുവൽ ഡേ നൈറ്റ് IRVMs ഇല്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ആയിട്ട് ടോപ്പ് ആൻഡ് അലോയ് വീൽസും ഫോഗ് ലാംപ്സും ഇല്ലായിരുന്നു. അതൊക്കെ ആക്സസറി ആയിട്ട് നമ്മൾ അഡീഷണൽ ചൂസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. എന്തായാലും ഇപ്പം ഷൈൻ വേരിയൻ്റ് അവർ കുറച്ച് മാസങ്ങൾ മുമ്പ് ഇറക്കിയതിന് ശേഷം നമുക്ക് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അതുപോലെ ഇൻസൈഡ് മാനുവലി ഡേ നൈറ്റ് IRVM, ആ ഫീച്ചേഴ്സൊക്കെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും നേരത്തെ പറഞ്ഞ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ AC ഒന്നും ഇപ്പോഴും ഈ വാഹനത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ LED ഹെഡ് ലാംപ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അങ്ങനത്തെയുള്ള കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ഒക്കെ മിസ്സിങ് തീർച്ചയായും കാണാൻ പറ്റും. പക്ഷേ എന്നാൽ നമ്മൾ ഡൈനാമിക്സ് വൈസോ അല്ലെങ്കിൽ ഈവൻ പവർ വൈസോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വാഹനത്തിൻ്റെ ഷാസി ബാലൻസ്, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ആർക്കിടെക്ചർ, അതായത് വണ്ടിയുടെ ബേസിക്കലി ഉള്ള പ്ലാറ്റ്ഫോം, ഈ സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷനൊക്കെയാണ് ഉദ്ദേശിച്ചത്, ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വണ്ടിയുടെ ബേസിക്സ് ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ്, കോർണർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, അതുപോലെ ഡൈനാമിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ C3 എയർക്രോസ് ആണെങ്കിലും C3 ആണെങ്കിലും നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. മാത്രമല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ സെഗ്മെൻറ്റിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വാഹനം ഇപ്പം ഇത് 2 വണ്ടികൾ തന്നെയാണെന്ന് പറയാം. അതായത് പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ C3യിലാണെങ്കിൽ 1.2 പ്യുർ ടെക് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പ്യുർ ടെക് 110 എന്നാണ് എഞ്ചിൻ്റെ പേര് പോലെ തന്നെ 110 PS പവറും അതുപോലെ 190 Nm ടോർക്കും ഒക്കെ ഉണ്ട്. ഈ ചെറിയ വണ്ടിയിൽ ഇത്രയും പവർ വരുമ്പം 0 to 100 under 10 seconds ആണ് ഈ ഒരു വാഹനം ക്ലോക്ക് ചെയ്യുന്നത്. അതായത് 10 lakhs വരുന്നതിന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വാഹനം ഇത് തന്നെയാണ് എന്ന് പറയാം. പിന്നെ C3 എയർക്രോസ്, അതും നമ്മളൊരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ റേഞ്ചിൽ മറ്റുള്ള വണ്ടികളിലേക്ക് 1.5 NA പെട്രോളൊക്കെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ കുഷാക്ക്, ടൈഗൺ അല്ലെങ്കിൽ സ്ലാവിയ വെർട്ടസ് തുടങ്ങിയ വണ്ടികളിലൊക്കെ 1 ലിറ്റർ TSI
എടുക്കണം. പക്ഷെ എന്നാലും അതും നമുക്ക് അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. 12 lakhs-ലൊക്കെയാണ് ആ വണ്ടികളുടെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാലും C3 എയർ ക്രോസ് അതിനേക്കാൾ താഴത്തെ പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യും. സോ തീർച്ചയായും പവർ ടു പ്രൈസ് റേഷ്യോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കത് സിട്രോയിൻ്റെ വാഹനങ്ങൾ നല്ല രീതിയിൽ തന്നെ കിട്ടും. C3-ൽ ഒരു NA പെട്രോളും അവൈലബിൾ ആണ്. അത് അഗൈൻ ഡീസൽ പെർഫോമൻസ് നൽകുന്നൊരു വാഹനമാണ്. അത് പ്യുവർടെക് 82 എന്ന് പറയുന്ന എഞ്ചിനാണ്. അഗൈൻ 82 PS പവർ ഉള്ളൂ. ഇവരുടെ ലൈനപ്പിൽ വരുന്ന C5 എയർ ക്രോസ് ഒഴികെ ബാക്കി വണ്ടികളിലെല്ലാം 3 സിലിണ്ടർ എഞ്ചിൻസ് തന്നെയാണ് വരുന്നത്. എന്തായാലും ഇതിനൊക്കെ പുറമെ ഇനിയിപ്പം അവർ ഈ അടുത്ത് C3 എയർ ക്രോസിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സിട്രോയിൻ സത്യം പറഞ്ഞാൽ ഫീച്ചേഴ്സിന് പുറമെ ചെയ്ത ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഓട്ടോമാറ്റിക് കൊടുക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത്. സംഭവം ഇപ്പം കുറേ എന്തൂസിയാസ്റ്റൊക്കെ ഉണ്ടാവുമായിരിക്കും വണ്ടികൾ ഓട്ടോമാറ്റിക് അല്ലാണ്ട് മാനുവൽ വാങ്ങാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ നമ്മൾ ജനറൽ പബ്ലിക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഇപ്പോഴത്തെ ഉയർന്നു വരുന്ന ട്രാഫിക്കിൻ്റെ സാഹചര്യവും അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള കൺവീനിയൻസും പിന്നെ ക്ലച്ച് ഔട്ട് ഇങ്ങനെ മടുക്കുന്ന ഒരു സംഭവം എല്ലാം കൂടെ കൊണ്ട് ഓട്ടോമാറ്റിക് വണ്ടികളാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ C3 എയർ ക്രോസിൽ അവർ ഇപ്പോഴെങ്കിലും ഓട്ടോമാറ്റിക് കൊടുത്തു. സത്യം പറഞ്ഞാൽ ലോഞ്ച് ടൈമിൽ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. C3-ൽ നമുക്ക് ഇപ്പോഴും ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. ഓക്കെ, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. C3-ൽ ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ C3 എയർ ക്രോസിലാണെങ്കിലും അവരുടെ ടർബോ എഞ്ചിൻ്റെ കൂടെയാണ് ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോർക്ക് കൂടുതലുണ്ട്. അത് ബൈ ദ വേ പ്രോപ്പർ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ്, അല്ലാണ്ട് AMT-യോ അല്ലെങ്കിൽ CVT അങ്ങനത്തെ സാധനങ്ങളൊന്നല്ല. ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ട് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ടോർക്ക് കൂടുതലുണ്ട്. 205 Nm ആണ് അതിന് ടോർക്ക് വരുന്നത്. മാനുവൽ 190 Nm ആണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഫീച്ചേഴ്സിൻ്റെ അപ്ഡേറ്റിന് പുറമെ ഈ വണ്ടികൾക്കൊക്കെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് കൂടി വരാൻ പോവാണ്. ആക്ച്വലി യൂറോപ്പിൽ C3-യുടെ ഇലക്ട്രിക് വേർഷൻ അവർ ഇറക്കിയായിരുന്നു സിട്രോയിൻ. അതിൻ്റെ ലുക്ക് നിങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് ഇന്ത്യയിൽ വരുന്ന വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്ലാറ്റ്ഫോം സെയിം ആണ്. CMP പ്ലാറ്റ്ഫോം, അതായത് കോമൺ മോഡുലർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വണ്ടിയും അവർ നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴും ഈ രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായേനെ എന്നാണ് സിട്രോയിൻ ഒഫീഷ്യലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ ഈ വാഹനങ്ങളുടെയൊക്കെ ഫേസ് ലിഫ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2025 ആകുമ്പോഴേക്കും ഫേസ് ലിഫ്റ്റൊക്കെ ഒഫീഷ്യലി ലോഞ്ച് ആവും എന്നാണ്. 2025 മിഡൊക്കെ ആവുമായിരിക്കും എന്തായാലും വരാൻ. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ സമയമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അപ്ഗ്രേഡ്സ് ഒക്കെ അവർ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. പിന്നെ എക്സ്റ്റീരിയറിൽ മാത്രമല്ല, ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും ഇൻറ്റീരിയറിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെ വരുത്തും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ വരുന്ന ഫീച്ചേഴ്സിൻ്റെ കൂടെ കൂടുതൽ ഡാഷ്ബോർഡ് ലേഔട്ടിലുള്ള വ്യത്യാസവും അതുപോലെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ കുറച്ച് പ്രീമിയം ആക്കാനൊക്കെ അവർ നോക്കുമായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സിട്രോയിൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ കുറച്ചുകൂടെ പിടിച്ച് നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. കാരണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കുകയാണെങ്കിൽ വളരെ മോശം കണ്ടീഷനിലാണ് സിട്രോയിനും അതുപോലെ തന്നെ ജീപ്പ്, അതായത് സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന 2 കമ്പനികളും നിൽക്കുന്നത്. നമ്മൾ ടോട്ടൽ കമ്പനികളുടെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ 14th and 13th പൊസിഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് പിടിച്ച് നിൽക്കുന്ന സ്റ്റെല്ലാൻഡിസിൻ്റെ കമ്പനികളാണ്. ഒന്നെങ്കിൽ 14th പൊസിഷൻ ജീപ്പ്, 13th പൊസിഷൻ സിട്രോയിൻ വരും, അല്ലെങ്കിൽ 14th സിട്രോയിൻ, 13th ജീപ്പ് വരും. അങ്ങനെ തമ്മിൽ കോമ്പറ്റീഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. സിട്രോയിൻ്റെ ആണെങ്കിലും സെയിൽസ് ഒരു മാസം മിക്കവാറും ഒക്കെ 500-600 ഒക്കെ ആയിരിക്കും മാക്സിമം വരുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ വളരെ മോശമാണ്. എന്തായാലും ഈ അപ്ഗ്രേഡ്സിനൊക്കെ ശേഷം ഇവരുടെ സെയിൽസ് ഉയരട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.